ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കുറച്ച് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള കമൻസിനുള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചോപ്പറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നോക്കാം കേട്ടോ. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 180 റുപ്പീസിനാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. ഇതിങ്ങനെ അസംബിൾ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ 3 ബ്ലേഡാണ് കേട്ടോ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ അസംബിൾ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചോപ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോപ്പർ വേണമെന്ന് തോന്നിയത് കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മാനുവൽ എഫേർട്ട് വേണം കേട്ടോ. നമ്മൾ കുറച്ച് വലിയ പീസാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് വലിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കും കേട്ടോ. ഇത് ഈ വലിച്ച സ്പീഡിൻ്റെ ഇൻറ്റൻസിറ്റി കാരണമാണ് ഈ സൈഡിലൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡിൽ വലിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ മുട്ടിക്കഴിഞ്ഞാലും അവിടെ മുറിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാനുവൽ എഫേർട്ട് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ചോപ്പർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എത്ര മുറുക്ക പിടിച്ചിട്ടാണ് ഈ വലിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം ഇതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പുതിയ ചോപ്പർ ഭയങ്കര ഈസിയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഇതിന് അതിൻ്റെ അത്രയ്ക്ക് എഫേർട്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നുമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രോയേഴ്സിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് കുറച്ചിട്ട് നമുക്ക് ഡ്രോയേഴ്സിലും വെക്കാം. അപ്പോൾ എനിക്കെന്തായാലും അടിപൊളി പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഒണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്തത്. അതുകൊണ്ട് 2-3 വട്ടം ഞാൻ ഇതുപോലെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കിട്ടും. കുറച്ചും കൂടി ഫൈൻ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ 3-4 വട്ടം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫൈനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അടുത്തൊരു കമൻറ്റ് വന്നിട്ടുള്ളത് ഈ ക്രോക്കോ ജാറിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജാറ് വാങ്ങിച്ച് നോക്കി, പക്ഷേ കൊള്ളില്ല എന്നൊക്കെയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ക്രോക്കോ ജാറിന് ഇപ്പോഴും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ഏകദേശം 1 വർഷം മുന്നെയാണ് ഞാൻ ഈ ജാറ് വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം കണ്ടെയ്നേഴ്സിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും അത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജാറൊന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ 6 എണ്ണം വരുന്ന സെറ്റായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വരുന്ന ഒരു ബോട്ടിലിനും ലിഡിനും ഒരു ഡാമേജും പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാമ്പാർ പൊടി, ബൂസ്റ്റ്, ഓട്സ് ഇതൊക്കെ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ബൂസ്റ്റ് ഇതുപോലുള്ള ബോട്ടിൽസിൽ ഇട്ട് വെക്കില്ലല്ലോ. ഈ കമൻ്റ് ഇട്ട വ്യക്തിയുടെ പ്രൊഡക്റ്റിന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചില പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ലതല്ല എന്ന് തോന്നി കഴിയുമ്പോൾ അതും ഞാൻ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്തായാലും എനിക്ക് നല്ലതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ച സമയത്ത് നല്ലതായിരുന്നു. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കിച്ചൺ കണ്ടെയ്നേഴ്സ് വീഡിയോ ഇട്ട സമയത്ത് ഇതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലിഡിലുള്ള ട്രാൻസ്പെറൻറ്റ് പോർഷനിൽ ഇങ്ങനെ ബ്രേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ വലിയ ക്രോക്കോ ജാർ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ള റിവ്യൂ ആയിരിക്കില്ല നമ്മൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമുക്ക് കമൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ഓയിൽ ബോട്ടിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇതിന് ലീക്കേജ് വരുന്നുണ്ടോ എന്നുള്ള കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ 2 ടൈപ്പിലാണ് നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റുന്നത്. ഒന്ന് സ്പ്രേ ചെയ്യുന്ന ടൈപ്പും ഒന്ന് ഒഴിക്കുന്ന ടൈപ്പും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒഴിക്കുന്ന രീതിയിലുള്ളത് കാണിക്കാം. ഒഴിച്ച് കഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള ഓയിൽ മുഴുവൻ അതിൽ വീഴുന്ന തരത്തിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ലീക്കേജ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇത്തിരി പോലും ഓയിൽ പുറത്തോട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ധൃതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒഴിച്ച ഉടനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറത്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് സ്പ്രേ ടൈപ്പ് നോക്കാം. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അപ്പം തന്നെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഏതൊക്കെ ബോട്ടിലാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ടിപ്പിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ചാൻസ് ഇല്ലാതാക്കുക. ആ ഒരു ഡ്രോപ്പ് അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇക്കയാണ് ഫിറ്റ് ചെയ്ത് തന്നത്. സ്പാനറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ പൈപ്പ് കുറച്ച് ടൈറ്റായിരുന്നു, അപ്പോൾ അഴിക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കയാണ് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പിൽ നമുക്ക് വെള്ളം ഫ്ലോ ചെയ്യിപ്പിക്കാം. ഒന്ന് ഇതുപോലെ, പിന്നെ അടുത്തത് ഇതുപോലെ വരുന്നതായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒട്ടും തന്നെ തെറിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമ്മൾ മാക്സിമം അത് റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.